ഹായ് വെൽക്കം ബാക്ക് ടു ഡെൽറ്റ ഹസിൽ. ഇന്ന് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് ഒരു ഫുട് പ്രിന്റ് ചാർട്ട്. ഫുട് പ്രിന്റ് ചാർട്ട് ഉണ്ട്, ഇംബാലൻസ് ചാർട്ട് ഉണ്ട്. ഇതിനെ നമുക്ക് ഓർഡർ ഫ്ലോ ചാർട്ട് എന്ന് പറയും. ഈ ഓർഡർ ഫ്ലോ ചാർട്ട് എങ്ങനെ സെറ്റ് ചെയ്യുക, അതിന്റെ ബേസിക് സെറ്റപ്സ് ഒക്കെ എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചാണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഓർഡർ ഫ്ലോ ചാർട്ട് ഇവിടെ ഓപ്പൺ ആയി, ഗോ ചാർട്ടിംഗ് ആണ്. അവിടെ നമ്മൾ നിഫ്റ്റി എന്ന് ടൈപ്പ് ചെയ്യും. ഓക്കെ, അതിൽ നിഫ്റ്റി 50 ഉണ്ട്, നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ഉണ്ട്. നിഫ്റ്റി 50 എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്, അത് ട്രേഡബിൾ അല്ല. അപ്പൊ നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമ്മൾ നിഫ്റ്റി 1 കണ്ടിന്യൂസ് ഫ്യൂച്ചർ എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വരുന്ന പേജ് ഇതാണ്. ഇവിടെ നമുക്ക് ഈ കാണുന്നത് ഇത് ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രൊഫൈലാണ്. ഡീഫോൾട്ടിൽ അത് വരുന്നതാണ്, അതുകൊണ്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല ഇപ്പോഴും. ഇറ്റ്സ് എ ബിഗ് സ്റ്റഡി ആൻഡ് വി വിൽ സ്റ്റഡി ഇറ്റ് ലേറ്റർ. ഓക്കെ, സോ എനേബിൾ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രൊഫൈൽ എന്നുള്ളത് നമുക്ക് ഡിസേബിൾ ചെയ്യും. എന്നിട്ട് മൗസ് കൊണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിന്റെ കാൻഡിൽസ്റ്റിക്സും അതിന്റെ ഡേറ്റ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് ക്ലസ്റ്റർ ചാർട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഇവരുടെ എല്ലാ കാൻഡിൽസ്റ്റിക് ചാർട്ട് വേണമെങ്കിൽ കാൻഡിൽസ്റ്റിക് ചാർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഓർഡർ ഫ്ലോ ചാർട്ട്സിൽ പ്രധാനമായിട്ടും ഇംബാലൻസ് ചാർട്ടും ക്ലസ്റ്റർ ചാർട്ടും ആണുള്ളത്. ഇപ്പൊ റേഞ്ച് ബാർ സ്റ്റാർട്ട് വേണമെങ്കിൽ ഫേവറിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിൾ വരും. അപ്പൊ നമുക്ക് വളരെ എളുപ്പമായിട്ട് അത് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഫുട് പ്രിന്റ് ചാർട്ട് ആദ്യം നോക്കാം. ഓക്കെ, ഈ ഫുട് പ്രിന്റ് ചാർട്ട് എന്താണ്? അത് ഓർഡർ ഫ്ലോ ചാർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാർട്ടിൽ ഒന്നാണ്. അതുപോലെ തന്നെ ഇവർക്ക് ഇംബാലൻസ് ചാർട്ടും. ബേസിക്കലി വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമാണുള്ളത് ഇംബാലൻസ് ചാർട്ടും ഫുട് പ്രിന്റ് ചാർട്ടുമായിട്ട്. അതാണ് നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യുന്നത്. ഇതിന്റെ ബേസിക് സെറ്റിംഗ്സ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്, ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഓർഡർ ഫ്ലോ ചാർട്ടിൽ പ്രധാനമായിട്ടും ഫുട് പ്രിന്റ് ചാർട്ട് ഉണ്ട്, ഇംബാലൻസ് ചാർട്ട് ഉണ്ട്. ഇംബാലൻസ് ചാർട്ട് ഇട്ടപ്പോൾ ഒരു കളർ ചേഞ്ച് മാത്രമേ ഉണ്ടായുള്ളൂ. ബട്ട് ദർ ആർ സം ഡിഫറൻസസ് ബിറ്റ്വീൻ ഇംബാലൻസ് ചാർട്ട് ആൻഡ് ഫുട് പ്രിന്റ് ചാർട്ട്. ദിസ് ഈസ് ഇംബാലൻസ് ചാർട്ട്, ദിസ് ഈസ് ഫുട് പ്രിന്റ് ചാർട്ട്. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താണെന്ന് ഞാൻ അതിനു മുന്നേ ദിസ് ബോക്സസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഭയം വേണ്ട ആവശ്യമില്ല. ബിഗിനേഴ്സ്, നമ്മൾ ഇത് റിഫൈൻ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അതുമല്ല, ലൈവില് നമുക്ക് ഇത് ഓരോ ഓളിയും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിന്റെ കൺസോളിഡേറ്റഡ് ഡേറ്റ വെച്ചിട്ടാണ് നമ്മുടെ ബൈയിങ് സ്ട്രാറ്റജി, സെല്ലിംഗ് സ്ട്രാറ്റജി എല്ലാം ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, 1 സെക്കൻഡ്. നമുക്കൊരു ലൈവ് എക്സാമ്പിൾ എടുക്കാം. ഇത് ക്രൂഡ് ഓയിൽ 5800 പുട്ട് ഓപ്ഷനാണ്. അതാണ് ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർഡർ ഫ്ലോ അനാലിസിസ് നടത്തിയിട്ട് നമ്മൾ ആ ചാർട്ട് സെറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ വോളിയൂംസ് ഒക്കെ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദിസ് 105, 50, ഇവിടെ 31 ആയി. ഇപ്പോഴാണ് ഒരു ട്രാൻസാക്ഷൻ നടന്നത്. നിഫ്റ്റി കോൾ ആൻഡ് പുട്ട് ഓപ്ഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രീക്വന്റ് വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇതെങ്ങനെയാണ് ഹാപ്പൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇതിന്റെ സെറ്റിംഗ്സിൽ പോകണം. ചാർട്ട് സെറ്റിംഗ്സിൽ പോയതിനു ശേഷം ഓർഡർ ഫ്ലോ ചെക്ക് ചെയ്യുക. ഇതിന് ഒരു ഓട്ടോ മോഡ്, ഇത് ഡീഫോൾട്ടില് ടിക്ഡ് ആയിരിക്കും. ഇത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ ബോക്സും എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ബോക്സ് ഉള്ളത്. ഇവിടെ മൗസ് പോയിന്റ്, അതായത് 158ഉം 157.60, 40 പൈസ ഡിഫറൻസ് ഉണ്ട് ഓരോ ബോക്സും തമ്മിൽ. അതാണ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ പോകുന്ന ആദ്യം. ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല. ഇത് ഡിസേബിൾ ചെയ്യും. നോക്കിയേ, ഓരോ ബ്ലോക്ക് സൈസും ബ്ലോക്ക് 0.1 × 3 കറക്റ്റ് 3 പൈസ ഡിഫറൻസിലാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അത് ഓട്ടോ മോഡിലാണ് ഇട്ടേ. അതുപോലെ തന്നെ നോക്കൂ, ഓട്ടോ ലോഡ് സൈസ് ഇവിടെ ഡിസേബിൾ ആണ്. അത് ഓട്ടോ ലോഡ് സൈസ് സോഫ്റ്റ്വെയർ തന്നെ എടുക്കുന്നതായിരിക്കും ഭംഗി. അല്ല എന്നുണ്ടെങ്കിൽ ഓരോ കോൺട്രാക്ട്സിനും ഡിഫറെന്റ് ലോഡ് സൈസ് ആണ്
യു വിൽ ഗെറ്റ് മിസ്ലീഡിങ് ഇൻഫർമേഷൻ. അപ്പൊ ഇത് ഓട്ടോ മോഡിൽ ഇട്ടേക്കുക. ഓട്ടോ മോഡിൽ ഇട്ടതിന് ശേഷം ഇതെല്ലാം ഡീഫോൾട്ട് സെറ്റിംഗ്സ് ആയിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, സോ കം ടു ദാറ്റ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ബ്ലോക്കിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത് നോക്കാം. സി, ഈ റൈറ്റ് പാനലിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബ്ലോക്കിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. അത് സോഫ്റ്റ്വെയർ തന്നെ ആ പ്രൈസ് വോളറ്റിലിറ്റി അനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് സൈസ് ഇൻക്രീസും ഡിക്രീസും ചെയ്യും. ഓക്കെ, നമ്മുടെ കൺവീനിയന്റ് ആയിട്ട് ബ്ലോക്ക് സൈസ് ഇൻക്രീസും ഡിക്രീസും ചെയ്യാം. അല്ല എപ്പോഴും സെറ്റിംഗ്സിൽ പോയിട്ട് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ സി, കണ്ടില്ലേ, എല്ലാം നമുക്ക് വിശദമായി പഠിക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ കളർ ചേഞ്ചസ്. ഈ പർട്ടിക്കുലർ ഓർഡർ ഫ്ലോ ചാർട്ട്സുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സ്പെഷ്യലി ഫുട് പ്രിന്റ് ചാർട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന വോളിയം ആൻഡ് ഓർഡർ ഫ്ലോസ് ആണ്. ഇത്ര വോളിയം, ദാറ്റ് ഈസ് 26,000 വോളിയം. സി, 26,000 വോളിയം, 2446 ആൻഡ് 22,434 എന്നുള്ള റേഞ്ചിൽ നടന്നു. എഗൻസ്റ്റ് ദാറ്റ് ഡയഗണലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. ഈ ഒരു പർട്ടിക്കുലർ ഫുട് പ്രിന്റ് ചാർട്ടിന്റെ ഒരു ക്യാൻഡിലില് താഴെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 0യും മുകളിൽ 0യും വരും. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സി, നോക്കും, കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യണം. റൈറ്റ് ഹാൻഡ് സൈഡിൽ 0യും ടോപ്പ് ലെഫ്റ്റിലും 0 ആയിരിക്കും. സി, ടോപ്പ് ലെഫ്റ്റിലും 0 ആയിരിക്കും. സെക്കൻഡ് കോളംസ് 0 വരുന്ന ഡിഫറൻറ്റ് സ്റ്റോറിയാണ്. ദാറ്റ് ഐ വിൽ ഡിസ്കസ് ഇറ്റ് ലെറ്റ്. ഏറ്റവും ടോപ്പിലും ടോപ്പ് ലെഫ്റ്റും ബോട്ടം റൈറ്റും 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഡയഗണൽ ആയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് അഗ്രസീവ് സെല്ലേഴ്സ് ആണ് ഈ ഏരിയയിലുള്ളത്, ഇത് അഗ്രസീവ് ബയേഴ്സും ആണ്. അപ്പൊ നമ്മൾ ഡയഗണൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ 450 ക്വാണ്ടിറ്റി സെല്ല് ചെയ്തു, 300 ക്വാണ്ടിറ്റി ബൈ ചെയ്തു. ഇതില് 225 ക്വാണ്ടിറ്റി, ഓൺലി 225 ക്വാണ്ടിറ്റി സെല്ല് ചെയ്തു, 2600 ക്വാണ്ടിറ്റി ബൈ ചെയ്തു. അതെങ്ങനെ, എവിടെ നിന്നാണ് ബൈ ചെയ്യുന്നത്? ദാറ്റ് മീൻസ് ദീസ് അഗ്രസീവ് ബയേഴ്സ് മേ ഹാവ് ബോട്ട് ഇറ്റ് ഫ്രം ലിമിറ്റ് സെല്ലേഴ്സ്. ലിമിറ്റ് സെല്ലേഴ്സിന്റെ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് അഗ്രസീവ് ബയേഴ്സും അഗ്രസീവ് സെല്ലേഴ്സും തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അഗ്രസീവ് സെല്ലേഴ്സിന്റെ വോളിയം, അഗ്രസീവ് ബയേഴ്സിന്റെ വോളിയം. നോർമലി ഒരു മാർക്കറ്റില് ബയറും സെല്ലറും എപ്പോഴും ഈക്വൽ ആണ്. പക്ഷെ അഗ്രസീവ് സെല്ലേഴ്സും അഗ്രസീവ് ബയേഴ്സിന്റെയും വോളിയംസ് തമ്മിൽ ഡിഫറൻസസ് ഉണ്ടാവും. ബിക്കോസ് അഗ്രസീവ് സെല്ലേഴ്സ് അഗ്രസീവ് ബയേഴ്സിനും സെല്ല് ചെയ്യും, ലിമിറ്റ് സെല്ലേഴ്സിന്റെ അടുത്തു നിന്നും ബൈ ചെയ്യും. ദാറ്റ് മീൻസ് ഈ അഗ്രസീവ് ബയേഴ്സ് അഗ്രസീവ് സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല വാങ്ങുന്നത്, ലിമിറ്റ് ഓർഡേഴ്സ് ഇട്ടിരിക്കുന്ന ആൾക്കാരില്ലേ അവരിൽ നിന്നും വാങ്ങും. ഉദാഹരണം, ഇവിടെ 0 ക്വാണ്ടിറ്റിയാണ് അഗ്രസീവ് സെല്ലേഴ്സ് സെല്ല് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ബട്ട് അഗ്രസീവ് ബയേഴ്സ് 75 ക്വാണ്ടിറ്റി ഇവിടെ ബൈ ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ അഗ്രസീവ് ബയേഴ്സ് ആണ് ഇവിടെ റൈറ്റ് സൈഡിലുള്ളത്, അഗ്രസീവ് സെല്ലേഴ്സ് ലെഫ്റ്റ് സൈഡിലുണ്ട്. ടോട്ടൽ ക്വാണ്ടിറ്റി ഷോ ചെയ്യുന്നതെന്ന് പറയുന്നത് ടോട്ടൽ ക്വാണ്ടിറ്റി വോളിയം ട്രേഡഡ് ആണ്. വി വിൽ കം ടു ദാറ്റ് ലേറ്റർ. ഇവിടെ അഗ്രസീവ് സെല്ലേഴ്സ് 450 ക്വാണ്ടിറ്റി സെല്ല് ചെയ്തപ്പോൾ 300 ക്വാണ്ടിറ്റി മാത്രമേ ആര് വാങ്ങിയിട്ടുള്ളൂ? മാർക്കറ്റ് ബയേഴ്സ് വാങ്ങിയിട്ടുള്ളൂ, മാർക്കറ്റ് പ്രൈസ്. ബാക്കി 150 ക്വാണ്ടിറ്റി പോയിരിക്കുന്നത് ആർക്കാണ്? ലിമിറ്റ് ബയേഴ്സ് ആണ്. ഓക്കെ, യു ഗോട്ട് ഇറ്റ്? ഇവിടെ നോക്കൂ, ഈ പർട്ടിക്കുലർ പ്ലേസ് 21,441.50 ആൻഡ് 22,442.40, ഈ 90 പൈസയിൽ ഒരു ട്രേഡ് നടന്നിട്ട്. അതാണ് ഇവിടെ കാണിച്ചത്. അതാണ് ഇവിടെ ഗ്യാപ്പ് വന്നിരിക്കുന്നത്. അതൊക്കെ നമ്മൾ പിന്നീട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യും. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന കളറിലുള്ള ചേഞ്ചസ് നോക്കിയേ.
ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ബൈയിങ് വോളിയം നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഡാർക്ക് ഗ്രീൻ വന്നിരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അഗ്രസീവ് സെല്ലിംഗ് നടന്നിരിക്കുന്നത് മാർക്കറ്റ് പ്രൈസിൽ. നോട്ട് ടോട്ടൽ വോളിയം 16,000 ആണ്, 11,000 ആണ്, 8,400. അപ്പൊ അതാണ് ഇത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇതിന്റെ ഒരു കമ്പൈൻഡ് ഡേറ്റ നമുക്ക് കിട്ടും. ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് അവിടേക്കാണ് നമ്മൾ വരുന്നത്. അതിനു മുമ്പായിട്ട് എങ്ങനെ നമുക്ക് ഈ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതിന് ആദ്യം വേണ്ടത് ഈ പർട്ടിക്കുലർ ചാർട്ടിന്റെ സെറ്റിംഗ്സിൽ പോകണം. ഈ ഇവിടെ ആരോ മാർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേ ഇവിടെ ഒരു സെറ്റിംഗ്സ് വരും, ഫുട് പ്രിന്റ്. ഓക്കെ, ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു പേജ് വരും. ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോ ക്ലസ്റ്റർ ഒന്നും ചേഞ്ച് ചെയ്യരുത്. ഷോ ലെഫ്റ്റ് പ്രൊഫൈൽ ഇത് ടിക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. സി കുറെ കളേഴ്സ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ലെഫ്റ്റില് സെൽ വോളിയമാണ്, അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ബാക്ക്ഗ്രൗണ്ട് ഡിസേബിൾ ചെയ്യണം. ഇപ്പം കംപ്ലീറ്റ് വൈറ്റ് ആയില്ല. ഓക്കെ, അതേപോലെ തന്നെ റൈറ്റ് ക്ലസ്റ്ററിൽ ഷോ റൈറ്റ് പ്രൊഫൈൽ ബാക്ക്ഗ്രൗണ്ട് അൺചെക്ക് ചെയ്യണം. ഇപ്പൊ ഇത് കംപ്ലീറ്റ് ഗ്രീൻ ആയി. പോയിന്റ് ഓഫ് കൺട്രോൾ തൽക്കാലം നമുക്ക് വേണ്ട, വി ക്യാൻ ഡിസേബിൾ ചെയ്യും. ഓക്കെ, ഇപ്പൊ കംപ്ലീറ്റ് ഡിസേബിൾഡ് ആണ്. എക്സാമ്പിൾ ഡെൽറ്റ ഡൈവേർജൻസ് അതും വേണം. ഓക്കെ, സോ ഇത്രയും സെറ്റിംഗ്സ് മതിയാവും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇംബാലൻസ് ചാർട്ടിലും പോയിട്ട് അത് റീസെറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഇംബാലൻസ് ചാർട്ടിൽ റീസെറ്റ് ചെയ്തിട്ടും സി ഈ കളേഴ്സ് അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. യെല്ലോ കളേഴ്സ് കണ്ടില്ലേ? അതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെ ചാർട്ട് തമ്മില്? ഫുട് പ്രിന്റ് ചാർട്ട് ആൻഡ് ഇംബാലൻസ് ചാർട്ട്. ഇംബാലൻസ് ചാർട്ട് എംഫസിസ് കൊടുക്കുന്ന എപ്പോഴും ബയർ സെല്ലർ ഡോമിനൻസ് ഏരിയസിലാണ്. ആ ഏരിയാസ് ഒരു പർട്ടിക്കുലർ കളർ കൊണ്ട് അത് മാർക്ക് ചെയ്യും. ഈ കളേഴ്സ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ബേസിക് ഡിഫറൻസ്. ഫുട് പ്രിന്റ് ചാർട്ട് അല്ലെങ്കിൽ ക്ലസ്റ്റർ ചാർട്ട്, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ചാർട്ടില് ബേസിക് ആയിട്ട് വോളിയം ആൻഡ് ഓർഡർ ഫ്ലോ ഈ പർട്ടിക്കുലർ പ്രൈസ് റേഞ്ചില് ബ്ലോക്കില് എത്ര മാത്രമാണ് വോളിയം നടന്നിരിക്കുന്നത്, ഈ 11,000 വോളിയം ഏതൊക്കെ പ്രൈസ് റേഞ്ചിലാണ് നടന്നിരിക്കുന്നത്. ഇതാണ് ഏത് ക്ലസ്റ്റർ ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫുട് പ്രിന്റ് ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ. ഇംബാലൻസ് ചാർട്ട് എന്താണ് സ്റ്റഡി ചെയ്യുന്നത്? ബേസിക്കലി ബയർ സെല്ലർ ഡോമിനൻസ് ആണ്. ഏത് പോയിന്റിലാണ് ബയേഴ്സും സെല്ലേഴ്സും ഒരു പർട്ടിക്കുലർ ക്യാൻഡില് ഡോമിനൻസ് ഉണ്ടായിരിക്കും. അത് നമ്മളെ വോളിയം സ്റ്റഡി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഈ ഓരോ ബ്ലോക്കിന്റെയും വോളിയംസ് ഒന്നും സ്റ്റഡി ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും കണ്ട് കൺഫ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മളിങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് ഇതിങ്ങനെ റെഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ ഒരു ഡോമിനൻസ് ഉണ്ട്. ആരുടെ? റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ബയേഴ്സ് ആണ്, മാർക്കറ്റ് ബയേഴ്സ് ഏരിയാസ് ആണ്. 22,000, ഇവിടെ 21,000. ഈ ബ്ലോക്ക് റെഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് ഡോമിനൻസ് ഏരിയാസും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പർട്ടിക്കുലർ റാഷണൽ ആയിട്ട് വേണം ഈ ബ്ലോക്ക് സൈസ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ദാറ്റ് വി വിൽ സ്റ്റഡി ഇറ്റ് ലേറ്റർ. ഓക്കെ, ഇപ്പൊ നമുക്ക് ചാർട്ട് സെറ്റിംഗ്സിനെ കുറിച്ച് മാത്രം പഠിക്കാം. അപ്പൊ ഇവിടെ ഇംബാലൻസ് ചാർട്ടും ഈ പർട്ടിക്കുലർ ക്ലസ്റ്റർ ചാർട്ടും തമ്മിലുള്ള ഫുട് പ്രിന്റ് ചാർട്ടും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്, ക്ലസ്റ്റർ ചാർട്ട് എപ്പോഴും വോളിയം ഓർഡർ ഫ്ലോ, അതേപോലെ തന്നെ ഡെൽറ്റ, ആ ഡെൽറ്റയിൽ തന്നെ ഡെൽറ്റ എന്ന് പറയുന്നത് മാർക്കറ്റ് ബയേഴ്സും മാർക്കറ്റില് എത്ര വോളിയംസ് ബൈ ചെയ്യും മൈനസ് മാർക്കറ്റ് സെൽ വോളിയം. മാർക്കറ്റ് ബൈ വോളിയം 100, മാർക്കറ്റ് സെൽ വോളിയം 80, 20 ഈസ് ഡെൽറ്റ. 20 എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആണ്. മാർക്കറ്റ് സെൽ വോളിയം 100, മാർക്കറ്റ് ബൈ വോളിയം 80, -21, അവിടെ നെഗറ്റീവ് ഡെൽറ്റ എന്ന് പറയാം. അപ്പൊ ആ ഡെൽറ്റയിലും വോളിയത്തിലും അതേപോലെ തന്നെ അവിടെ ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? വോളിയത്തില്.
ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ. അതിനെ നമ്മൾ ആ ഡെൽറ്റയെ നമ്മൾ മാക്സ് ഡെൽറ്റ എന്നും മിനിമം ഡെൽറ്റ എന്നും പറയും, മിൻ ഡെൽറ്റ എന്നും പറയും. ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൽ എത്രമാത്രമാണ് ഡെൽറ്റ ട്രേഡ് ആൻഡ് ഹൂ ഈസ് ഡോമിനേറ്റിംഗ് ഇൻ ദി ഡെൽറ്റ. അഗ്രസീവ് ബയേഴ്സ് ആണോ അഗ്രസീവ് സെല്ലേഴ്സ് ആണോ. ആ അഗ്രസീവ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിന്റെ ബൈഫിക്കേഷൻസ് ആണ് പിന്നീട് വരുന്നത്. ബൈയിങ് പവർ എത്രമാത്രമാണ് ഇവിടെ, സെല്ലിംഗ് പവർ എത്രമാത്രം, അതാണ് നമ്മൾ ഇനി സ്റ്റഡി ചെയ്യാം. വെയിറ്റ്, ഇത് 22,300 കോൾ ഓപ്ഷൻ ഫോർ ടുഡേ, ദാറ്റ് ഈസ് 5th മാർച്ച്. അപ്പൊ ഇതില് ഈ ഫുട് പ്രിന്റ് ചാർട്ട് എന്തിനൊക്കെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്? വോളിയം, ഡെൽറ്റ, മാക്സ് ഡെൽറ്റ ആൻഡ് മിനിമം ഡെൽറ്റ. ഓർഡർ ഫ്ലോ അനാലിസിസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ് ഓർഡർ ഫ്ലോ അനാലിസിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ട ബാർ സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ ഓരോ ബാറിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, അല്ല ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വി ആർ നോട്ട് കമ്പ്യൂട്ടേഴ്സ് ടു കാൽക്കുലേറ്റ് ക്വിക്കലി വാട്ട് ഹാസ് ഹാപ്പൻഡ് ഓവർ ഹിയർ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? FX സ്റ്റഡി ഓർഡർ ഫ്ലോയുടെ ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് 3 ഇൻഫർമേഷൻസ് ആണ്. അതില് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് എ ഹ്യൂജ് ഇൻഫർമേഷൻസ്. ഇത് ഓരോന്നും സ്റ്റഡി ചെയ്യാനായിട്ട് ഹവേഴ്സ് ആൻഡ് അവേഴ്സ് യു ഹാവ് ടു സ്പെൻഡ്. മണിക്കൂറുകളോളം ഇരിക്കണം, സ്റ്റഡി ചെയ്യണം. ഇതൊരു മെട്രിക്സ് ആണ്. അതൊരു കോമ്പിനേഷനിൽ നിങ്ങൾക്ക് ഏത് മാജിക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇത് പഴയ അംബാസഡർ കാറല്ല, ഇത് മോഡേൺ ടെസ്ല EV ആണ്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യും. കമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർ ഓടി നിങ്ങളുടെ അടുത്ത് വരും. അംബാസഡർ ആണെങ്കിൽ 10 പേരെ വിളിച്ച് തള്ളണം. അതാണ് വ്യത്യാസം. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡർ ഫ്ലോ ചാർട്ട് ആൻഡ് വിച്ച് വൺ കാൻഡിൽസ്റ്റിക് ചാർട്ട്. പക്ഷെ ഈ ഓർഡർ ഫ്ലോ ചാർട്ട് ആദ്യം കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും. കാരണം ഇത് ഓരോ ഡേറ്റയും അതിന്റെ മാർക്കറ്റിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ്, നമുക്കത് എന്താണ് സ്റ്റഡി ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നമുക്കൊരു സ്ട്രാറ്റജി ഇതിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അത് സ്വന്തമായിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്പെൻഡ് മിനിമം 2 years. ഇനി ഈവൻ യൂട്യൂബ് വീഡിയോസ് കണ്ടാലും നിങ്ങൾ 2 വർഷം എടുക്കും ഏതെങ്കിലും ഒരു സ്ട്രാറ്റജി ഇതിനകത്തും ഡെവലപ്പ് ചെയ്തെടുക്കാൻ. എത്രമാത്രം കോൺട്രാക്ട്സുകൾ നിങ്ങൾ സ്റ്റഡി ചെയ്യണം, എത്രമാത്രം ലൈവിൽ നിങ്ങൾ ഇരിക്കണം. സി, ഇത് MCX ക്രൂഡ് ഓയിലാണ്. അതിന്റെ ലൈവിൽ നിങ്ങൾ ഇരുന്നിട്ട് ഇതെല്ലാം സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓരോ സ്ട്രാറ്റജിയും ബാക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് സെവറൽ ഇയേഴ്സ്, സെവറൽ മന്ത്സ്, നോട്ട് ഐ എം സെയിങ് സെവറൽ ഇയേഴ്സ്. അതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗം ഈ ട്യൂട്ടോറിയൽസ് കൂടെ നൽകുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ ആദ്യം നമ്മൾ ബാർ സ്റ്റാറ്റീസ് എടുത്തു. ഈ ബാർ സ്റ്റാറ്റീസിൽ ആദ്യം കിടക്കുന്ന വോളിയമാണ്. ഈ ഓരോ ക്യാൻഡിലും നടന്നിട്ടുള്ള ആകെ വോളിയം, അതിലെ ഡെൽറ്റ എത്രയാണ്? ഈ ഡെൽറ്റ എന്ന് പറയുന്നത് അഗ്രസീവ് ബയേഴ്സ് മൈനസ് അഗ്രസീവ് സെല്ലേഴ്സ്. 100 മൈനസ് 120 വരുമ്പോൾ അഗ്രസീവ് സെല്ലേഴ്സ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത് അവിടെ. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. ഇവിടെ ഗ്രീൻ ആണ്, ഇവിടെ പ്ലസ് ആണ്. അഗ്രസീവ് ബയേഴ്സ് ആണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ അഗ്രസീവ് സെല്ലേഴ്സ് ആണ് ക്യാൻഡിൽ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഈവൻ ദോ ദ കളർ ഓഫ് ദ ക്യാൻഡിൽ ഈസ് ഗ്രീൻ, ദ നെക്സ്റ്റ് ക്യാൻഡിൽ റെഡ് ആയി. അപ്പൊ ഈ ഡെൽറ്റ, മാക്സ് ഡെൽറ്റ, മിനിമം ഡെൽറ്റ എന്നൊക്കെ പറയുന്നത് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അഗ്രസീവ് ബയേഴ്സിന്റെ പവർ ഇവിടെ കൂടി എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ കയറി നമുക്ക് ബൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ പോയി, ഈ ലോയും കട്ട് ചെയ്ത് താഴെ പോയി. ഓക്കെ, ഈ ക്യാൻഡിൽ നോക്കൂ, ഈ ക്യാൻഡിലിൽ അഗ്രസീവ് ബയേഴ്സ് വന്നിട്ട് അഗ്രസീവ് ഡെൽറ്റ വന്നിട്ട് റെഡ് ആണ് എന്ന് പറഞ്ഞാൽ അഗ്രസീവ് സെല്ലേഴ്സ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്.
ബട്ട് ഇതിന്റെ ക്ലോസിന് ശേഷം നെക്സ്റ്റ് ക്യാൻഡില് എവിടുന്ന് എവിടം വരെ പോയി? 96.30 104 വരെ പോയി. അപ്പൊ നമ്മൾ ഇത് ആദ്യം സ്റ്റഡി ചെയ്യുമ്പോൾ ഇതിന്റെ മീനിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. വളരെ 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 ദുർഘടമായ ഒരു കാര്യമാണ് ഈ ഡേറ്റ. ഈവൻ ദോ നമുക്ക് ഈ ഡേറ്റയൊക്കെ കൺസോളിഡേറ്റഡ് ഡേറ്റയൊക്കെ തരുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊരു സ്ട്രാറ്റജി, ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് എൻ ഹെർക്കൂലിയൻ ടാസ്ക്. ഓക്കെ, നമ്മൾ അങ്ങോട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ക്യാൻഡിലില് ഇതുവരെയുള്ള ഡേറ്റ വെച്ചിട്ടുള്ളതിന്റെ കൺസോളിഡേറ്റഡ് ഡേറ്റയാണ്. ഇതിനകത്ത് എത്രയാണ് ബൈ വോളിയം, എത്രയാണ് സെൽ വോളിയം, അതുപോലെ തന്നെ ഈ പർട്ടിക്കുലർ ക്യാൻഡിലിലെ ആകെ മാർക്കറ്റിലുള്ള വോളിയമാണിത്, 6.08 മില്യൺ. ഓക്കെ, ഈ പർട്ടിക്കുലർ 5 മിനിറ്റില് ആകെ നടന്ന വോളിയമാണ് 6.08 മില്യൺ. അതില് മാർക്കറ്റ് വോളിയത്തില് എത്രമാത്രം ബൈയിങ്ങും സെല്ലിങ്ങും നടന്നു, അഗ്രസീവ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, അവരുടെ വോളിയംസ് ആണ് ഈ കാണുന്നത്. സാധാരണ ഈ ടോട്ടൽ വോളിയത്തില് ബയേഴ്സും സെല്ലേഴ്സും എപ്പോഴും തുല്യമായിരിക്കും. എന്നാൽ ഇവിടെ എന്താണ്, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മേ ബി ഡിഫറെന്റ്. ഇവിടെ 6.08 മില്യൺ ടോട്ടൽ വോളിയം കാണിച്ചിട്ടുണ്ടെങ്കിൽ 6.08 മില്യൺ ബയേഴ്സും ഉണ്ട്, 6.08 മില്യൺ സെല്ലേഴ്സും ഉണ്ട്. ബട്ട് ഇവിടെ വരുമ്പോഴ് ഫുട് പ്രിന്റ് ചാർട്ടിൽ വരുമ്പോഴ് സ്റ്റോറി ഈസ് ടോട്ടലി ഡിഫറെന്റ്. ഇവിടെ ബൈ വോളിയം സെല്ല് വോളിയം തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതാണ് ഈ ഡെൽറ്റ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ടോട്ടൽ വോളിയം ഇല്ലേ, ഈ ടോട്ടൽ വോളിയത്തിൽ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു ഹാഫ് ഓഫ് ദി വോളിയം റിമൂവ് ചെയ്യും. കാരണം മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സിൽ ഒരു 50% മാർക്കറ്റിനെ കുറിച്ച് ഒന്നും അറിയാൻ വയ്യാത്തവർ. അപ്പൊ അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഈ ഡേറ്റ സ്റ്റഡി ചെയ്താൽ അത് വളരെ യാദൃച്ഛികമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് മാത്രമേ. അത് ഈ ട്യൂട്ടോറിയൽസ് ഒക്കെ ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ സ്ലോലി ഐ വിൽ ഡിസ്ക്ലോസ് ഇൻ മൈ കമ്മിങ് ട്യൂട്ടോറിയൽസ്. അപ്പൊ സാധാരണ ഞാൻ ഈ ടോട്ടൽ വോളിയത്തില് 50% ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്യും. 50% അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള 50% ഇല്ല, അപ്പൊ 3 മില്യൺ മതി. ആ 3 മില്യണില് 454,000 ഈ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യും. അല്ല, ഇത് 50% എടുക്കില്ല, ഇത് 50% കട്ട് ചെയ്തിട്ട്, കാരണം ഒന്നും അറിയാത്ത പാവങ്ങളാണ് പകുതി, അതുകൊണ്ടാണല്ലോ ഇവർക്കെല്ലാം നഷ്ടം വരും. അപ്പൊ അവരെ നമ്മളങ്ങ് അവോയ്ഡ് ചെയ്യുന്നു. അവര് ട്രേഡ് വിത്ത് ലെവൽസ് ഇല്ല, അവർക്ക് ഒരു ലെവലും ഇല്ലാത്ത ആൾക്കാരാണ് പകുതി. അവർ ഇമോഷൻസ് വെച്ചിട്ട് അങ്ങ് ട്രേഡ് ചെയ്യുകയാണ്, ബൈ സെൽ ബൈ സെൽ. അപ്പൊ ഈ ടോട്ടൽ വോളിയത്തില് എന്റെ അനുഭവത്തില് പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ഉദ്ദേശം വെച്ചിട്ട് ബൈ ചെയ്യുന്നു, ഒരു ഉദ്ദേശം വെച്ചിട്ട് സെൽ ചെയ്യും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ടോട്ടൽ വോളിയത്തിൽ നമ്മൾ അവലോകനം നടത്താൻ പോയാൽ നമ്മൾ ട്രബിളിലാകും. ഈ ടോട്ടൽ വോളിയത്തിൽ പകുതിയും അറിവില്ല പൈതങ്ങളാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? എന്റെ ഒരു ലോജിക്കാണ്, ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് ഓർഡർ ഫോർ റൂൾസ് ആൻഡ് ഓർഡർ. നിങ്ങളത് ഫോളോ ചെയ്യണമെന്നല്ല ഞാൻ പറയും. അപ്പോഴെനിക്ക് കൂടുതൽ ഒരു ക്ലാരിറ്റി ലഭിച്ചു. അതുകൊണ്ടാണ് ഞാൻ എന്റെ എല്ലാ ട്യൂട്ടോറിയൽസിലും പറയും, ഇതിന്റെ പകുതി എടുത്താൽ 50% ഓഫ് ദിസ് ഹാവ് ടു ടേക്ക്. ഇതിന്റെ പകുതിയേ ഉള്ളൂ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എന്ന് പറയും. അതങ്ങ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള ഡേറ്റ കിട്ടും. ഈ മാർക്കറ്റിൽ ബൈ ചെയ്യുന്നവരും സെല് ചെയ്യുന്നവരും 99%ഉം അഗ്രസീവ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, അവര് ഡോമിനേറ്റ് ചെയ്യുന്നത്, മാർക്കറ്റ് മൂവ്മെന്റ് ഡിറ്റർമിൻ ചെയ്യും. ബട്ട് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ലിമിറ്റ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ നോട്ട് ഇമ്പോർട്ടന്റ്. അവരും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. സി ഇവിടെ നോക്കൂ, ഈ പോയിന്റില് ഇവളോ ക്വാണ്ടിറ്റി സെല് ചെയ്തു, ബട്ട് ലിമിറ്റ് ഓർഡേഴ്സ് ആണ് അത് മുഴുവൻ ബൈ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ക്വാണ്ടിറ്റികൾ മുഴുവൻ ലിമിറ്റ് ബയേഴ്സിന്റെ അടുത്ത് ഡംപ് ചെയ്തു. ഓക്കെ, അവിടോട്ടൊക്കെ നമ്മൾ വരാം. ലെറ്റ് സീ. അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഈ ചാർട്ട് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ലെറ്റ് സീ ഹിയർ. നോക്കൂ, ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, ബാർ സ്റ്റാൻഡേർഡ്സ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വോളിയം കിട്ടി. വോളിയം വേണം നമുക്ക്. പിന്നീട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് മാക്സ് ഡെൽറ്റ, പിന്നെ നമുക്ക് വേണ്ടത് മിനിമം ഡെൽറ്റ.
കുമുലേറ്റീവ് ഡെൽറ്റ ഇപ്പം നമ്മൾ മാറ്റിവെക്കും. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതും കൂടി പഠിച്ചതിന് ശേഷം കുറച്ച് സെറ്റിംഗ്സ് കൂടി നമുക്ക് സ്റ്റഡി ചെയ്യാം. വെയിറ്റ് നോക്കൂ, ഇവിടെ നമുക്ക് ആദ്യം ഫുട് പ്രിന്റ് ചാർട്ടിനെ കുറിച്ച് നോക്കാം. ക്ലസ്റ്റർ ചാർട്ട് നോക്കാം. ഈ ക്ലസ്റ്റർ ചാർട്ടിൽ ഈ പോയിന്റ് കണ്ടില്ലേ? ദിസ് പോയിന്റ് ഈസ് കാൾഡ് പോയിന്റ് ഓഫ് കൺട്രോൾ. നമ്മൾ നേരത്തെ സ്റ്റഡി ചെയ്തു, ഇംബാലൻസ് ചാർട്ടും ഈ ക്ലസ്റ്റർ ചാർട്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ദ റിയൽ ഡിഫറൻസ് നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽസ് ഒക്കെ മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് 4-5 മന്ത്സിന് ശേഷമേ മനസ്സിലാവും. പല ആൾക്കാരും പല രീതിയിലൊക്കെ കൊണ്ടുവന്നിട്ട് പറയാറ്. എന്നിരുന്നാൽ തന്നെ ഇതും രണ്ടും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ ഓരോ ചാർട്ടിലുമുള്ള ഇംബാലൻസ് ചാർട്ടിലും ക്ലസ്റ്റർ ചാർട്ടിലും മോറോറുള്ള സെയിം ഫീച്ചേഴ്സ് തന്നെയുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഈ ക്ലസ്റ്റർ ചാർട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് മാക്സിമം വോളിയം നടന്ന ഏരിയാസ് ആണ് ഈ പോയിന്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇവിടെ സെൽ സൈഡിൽ മാക്സിമം നടന്നിരിക്കുന്നത് 464 ആണ്. ഇവിടെ നടന്നിരിക്കുന്നത് 410 ആണ് ബൈ സൈഡിൽ. ഓക്കെ, ഇത് നമ്മൾ ഇംബാലൻസിലേക്ക് വരുമ്പോൾ പോയിന്റ് ഓഫ് കൺട്രോൾ അവിടെ ഉണ്ടായിരിക്കും. അത് കൂടാണ്ട് എവിടെയാണ് ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, ബയർ സെല്ലർ ഡോമിനൻസിലാണ് ആര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഏത് ചാർട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഇംബാലൻസ് ചാർട്ട്. നമുക്ക് ഇംബാലൻസ് ചാർട്ടിൽ ഇതൊന്ന് ഷിഫ്റ്റ് ചെയ്യാം. സി, ഇംബാലൻസ് ചാർട്ട് പറയുന്നത് ലോ ഓഫ് ദ ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടും ആ പർട്ടിക്കുലർ ക്ലോസ് പോയിന്റിൽ ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? റൈറ്റ് സൈഡിൽ ആരാണ് ഉള്ളത്? ബയേഴ്സ് അല്ലേ ഉള്ളത്? ബയേഴ്സ് ആണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇംബാലൻസ് ഏരിയ ഈസ് ഇൻ ഫേവർ ഓഫ് ദി ബയേഴ്സ്. സി ദ നെക്സ്റ്റ് ക്യാൻഡിൽ ഷൂട്ടർ. അതാണ് ഈ രണ്ട് ചാർട്ടും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. ബട്ട് ഈ ഇംബാലൻസ് നമുക്ക് എവിടെയും കിട്ടും, ഫുട് പ്രിന്റ് ചാർട്ടിലും കിട്ടും. അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന്റെ ഫുട് പ്രിന്റ് ചാർട്ടിന്റെ സെറ്റിംഗ്സിൽ പോകും. സെറ്റിംഗ്സിൽ പോയിട്ട് ഷോ ഇംബാലൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഷോ ഇംബാലൻസ് എവിടെയാണ്? POC വോളിയം, POC ഷോ ഇംബാലൻസ് കണ്ടില്ലേ? നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അത് അവിടെ വരുന്നുണ്ടോ? ഷോ ഇംബാലൻസ്. സി, ഷോ ഇംബാലൻസ് കാണിച്ചപ്പോ വന്നല്ലോ, ഗ്രീൻ കളറിൽ വന്നില്ലേ? അപ്പൊ ഈ രണ്ട് ചാർട്ടിലും ഈ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. ജസ്റ്റ് എ സെക്കൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു ബയർ സെല്ലർ ഇംബാലൻസ് ആണ്. ഇംബാലൻസ് എന്ന് പറയുന്നത് ഹൂ ഈസ് ഡോമിനേറ്റിംഗ് ദി അതർ. ഇവിടെ ബയേഴ്സ് ആണ് ഡോമിനേറ്റ് ചെയ്ത ഈ ക്യാൻഡിലില്. സി നെക്സ്റ്റ് ക്യാൻഡിൽ കോണർ. പക്ഷെ ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. സി, ഇവിടെ ബയേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നു, ഇവിടെയും ബയേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് 2 ക്യാൻഡിൽസ് ഗോൺ ഡൗൺ. അപ്പൊ ഇതൊരു വലിയ സ്റ്റഡിയാണ്. അല്ല, ഇവിടെ ഒരു ബൈയിങ് ഇംബാലൻസ് ഉണ്ടായി, അതങ്ങോട്ട് ഡ്രോ ചെയ്തിട്ട് അങ്ങോട്ട് കയറി വാങ്ങുക. ദാറ്റ് ഈസ് നോട്ട് ദ സ്ട്രാറ്റജി. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ബാർ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് എ ഹ്യൂജ് വെൽത്ത് ഓഫ് ഡേറ്റ. ഈ ഡേറ്റയെ നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത്, അത് ഓരോന്നിന്റെയും പെർസെന്റേജ് എത്രയാണ്, നമ്പർ വേണ്ടിടത്ത് നമ്പർ നമ്മൾ അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കൂ. യൂട്യൂബ് വീഡിയോസ് പലതും പറയും ഇംബാലൻസ് എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, സി ദിസ് ഈസ് എ സപ്പോർട്ട് ഏരിയ. ഇതൊരു സപ്പോർട്ട് ഏരിയ. ഈ സപ്പോർട്ട് ഏരിയക്ക് മുകളിൽ നമ്മൾ ബൈ ചെയ്യും. ബൈ ചെയ്യുന്ന പറയുമ്പോൾ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലല്ലേ നമുക്ക് ബൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇവിടെ ബൈ ചെയ്യും. ഓഫ് കോഴ്സ് അതിനുശേഷം നമുക്ക് ബെനിഫിറ്റ് കിട്ടി. അപ്പം ബ്രേക്ക് ഔട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ആ ബ്രേക്ക് ഔട്ട് നമുക്ക് എടുക്കണോ വേണ്ടേ എന്നുള്ളത് വേറൊരു ഡിഫറൻസ്. ഇവിടെ നമുക്ക് നോക്കാം, ഈ പർട്ടിക്കുലർ ഇംബാലൻസ് വന്നു, ബൈയിങ് ഇംബാലൻസ് വന്നു. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ ബൈ ചെയ്തു, ബ്രേക്ക് ഔട്ട് ആണ്. അപ്പൊ ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു.
അപ്പൊ നമ്മൾ ഇവിടെ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞ് ഇവിടെ കയറി ബൈ ചെയ്യും, താഴോട്ട് പോയി. ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് സെല് ചെയ്യും. ഇതാ അത് കയറിപ്പോയി. ഇങ്ങനെയാണ് സാധാരണയുള്ള ട്രേഡേഴ്സിന് ലോസസ് ഉണ്ടാകും. ബിക്കോസ് ദേ ആർ അൺഅവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദി മാർക്കറ്റ്. അവർക്ക് ഈ മാർക്കറ്റിന്റെ ബേസിക് തത്വങ്ങൾ പോലും അറിയാൻ വയ്യാത്തവർ. എന്താണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, എന്താണ് മാർക്കറ്റിൽ നടക്കുന്ന ആക്ടിവിറ്റീസ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ പ്രൈസ് ആക്ഷനും തമ്മിലുള്ള ആ റിലേഷൻ എന്താണ്, ആ റിലേഷൻ ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് ഏതിൽ കൂടി, ഈ ഡേറ്റ അനാലിസിസ് കൂടി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഡേറ്റകളെ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കും. അതിനു വേണ്ടിയിട്ട് ഈ ബാർ സ്ട്രാറ്റജിക്സിൽ, അതായത് ഈ ബാർ സ്ട്രാറ്റജിക്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ പർട്ടിക്കുലർ ഓരോ ക്യാൻഡിലും ഉണ്ടായിരിക്കുന്ന ആ വോളിയത്തെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. അതില് ആദ്യത്തെ 4 ഇൻഫർമേഷൻ നമുക്ക് നോക്കാവുന്നത്. ഇത് ടോട്ടൽ വോളിയം, ഈ ക്യാൻഡിൽ നടന്നിട്ടുള്ള ടോട്ടൽ വോളിയമാണ് 7.53 മില്യൺ വോളിയം. ഡെൽറ്റ എന്ന് പറയുന്നത് അഗ്രസീവ് ബയേഴ്സും അഗ്രസീവ് സെല്ലേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. അത് ഗ്രീൻ ആണെങ്കിൽ അഗ്രസീവ് ബയേഴ്സ് ആണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആരാണ്, മാക്സ് ഡെൽറ്റ. ഡെൽറ്റ എന്ന് പറയുന്നത് ഗ്രീൻ ആണ്. മാക്സ് ഡെൽറ്റ എന്ന് പറയുന്നത് ബൈയിങ് പവർ ആണ്. അപ്പൊ ഈ ബൈയിങ് പവർ ഇവിടെ 1.55 മില്യൺ ആണ്. അതെന്ന് പറയുന്നത് പ്രീവിയസ് ക്യാൻഡിലുമായിട്ടൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കിയേ, 162,000 നിന്ന് 1.55 മില്യൺ ആയി. എ ഹ്യൂജ് വേരിയേഷൻ ഫ്രം ദിസ് റെഡ് ക്യാൻഡിൽ ടു ദിസ് ഗ്രീൻ ക്യാൻഡിൽ. സോ നമുക്കൊരു അസംഷൻ കൊടുക്കാം, അടുത്ത ക്യാൻഡിലിൽ ഈ ബൈയിങ് പവർ നിന്നാൽ ഉയരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇവിടെ മേടിക്കുന്നു, എത്രയാണ് വാങ്ങിയത്, 95. എ കപ്പിൾ ഓഫ് മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്തു, 109 ആയി, 14 പോയിന്റ്സ് നമുക്ക് കിട്ടി. പക്ഷെ ഈ ബ്ലൈൻഡ് ബൈയിങ് അല്ല നമുക്ക് ഇവിടെ ആവശ്യം. ഈ ക്യാൻഡിൽ നോക്കൂ, ഇവിടെ എന്താ സംഭവിച്ചത്, ഡെൽറ്റ ഗ്രീൻ ആണ്. അഗ്രസീവ് ബയേഴ്സ് എന്ന് പറയുന്നത് ഈ ക്യാൻഡിലിൽ എത്രയാണ്, 47 ഉണ്ടായിരുന്നത് 362,000 ആയി. അപ്പൊ ഈ അഗ്രസീവ് ബയേഴ്സിന്റെ ഇൻഫർമേഷൻ ആണല്ലോ, ബൈയിങ് പവർ ആണല്ലോ ഇവിടെ 362. എന്ത് പറ്റി, മാർക്കറ്റ് താഴെ. അപ്പൊ ഇതിനെ നമ്മൾ വളരെ ഇന്റലിജന്റ് ആയിട്ട് നമ്മൾ ഇതിനെ കമ്പൈൻ ചെയ്ത് ഒരു സ്ട്രാറ്റജി നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട്. അല്ലാതെ ബൈയിങ് ഇംബാലൻസ് വന്നു, ഈ ക്യാൻഡിലിൽ കയറി ഇവിടെയും കയറും എന്ന് പറഞ്ഞ് ഇതിന്റെ മുകളിൽ കയറി ബൈ ചെയ്താൽ എന്ത് ഹാപ്പൻ ചെയ്യും, നമുക്ക് ലോസ് ഉണ്ടാവും. അതാണ് ഞങ്ങൾ നിങ്ങളെ ടീച്ച് ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഡേറ്റയൊക്കെ അറേഞ്ച് ചെയ്യുന്നത്, വളരെ ഇന്റലിജന്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് നിങ്ങൾക്കും അറേഞ്ച് ചെയ്യാം. അതിന് നിങ്ങൾ കൂടുതൽ സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടില്ല. എവറി ഡേ 2-3 ഹവേഴ്സ് വെച്ചിട്ട് ലൈവ് മാർക്കറ്റിലും അതുപോലെ ഓഫ് മാർക്കറ്റിലും ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ പല ഈ ഡേറ്റകളെ സമർത്ഥമായിട്ട് നിങ്ങളുടെ ഇന്റലിജൻസിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെവലപ്പ് എ സ്ട്രാറ്റജി ഓഫ് യുവർ ഓൺ. അത് തന്നെയാണ് പ്രോബബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് ആണോ ടെയിൽ ആണോ വരുന്നതെന്നുള്ള 50% അല്ല, മോർ ദാൻ എ ലാക്ക് പ്രോബബിലിറ്റി ഉണ്ട് ഓരോന്നിന്. ഈ ഹെഡ് തന്നെ 1,00,000 ടൈമില് കണ്ടിന്യൂസ് ആയിട്ട് വരാം, പോസിബിലിറ്റി ഉണ്ട്. ടെയില് തന്നെ വരാൻ വേണമെങ്കിൽ 2,00,000 ടൈമില് ഇങ്ങനെ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ടെയില് തന്നെ വരാൻ സാധ്യതയുള്ള 2,00,000 ടൈമാണ് മാക്സിമം. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ആവറേജ് എത്ര വരാം, പ്രോബബിലിറ്റി കൂടുതൽ ഏതിനാണ്, ഇതാണ് നമ്മൾ ഇവിടെ സ്റ്റഡി ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് സ്റ്റഡി. അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് അംബാസഡർ കാർ പിടിച്ചവര് ടെസ്ല കാണുമ്പോൾ മുഖം തിരിച്ചു വെക്കുന്നത്. ഇതൊക്കെ വേസ്റ്റ് കാറ്, ഞാൻ അംബാസഡറിൽ ഡ്രൈവ് ചെയ്യത്തു എന്ന് പറയുന്നവര് നിങ്ങൾ കാൻഡിൽസ്റ്റിക് സ്റ്റഡീസും കൊണ്ട് നടന്നോളൂ, MACDയും സിമ്പിൾ മൂവിങ് ആവറേജും ഒക്കെ വെച്ച് നടന്നോളൂ. യുവർ മണി വിൽ ബി ലോസ്റ്റ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്തു, മാക്സ് ഡെൽറ്റ, മിനിമം ഡെൽറ്റ എല്ലാം കൊള്ളാം, സൂപ്പർ. ഇവിടെ ബൈ ചെയ്തു, നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഇവിടെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടം വരെ പോയി, ഇവിടെ കയറി വാങ്ങിച്ചു, 106 മേടിച്ചു, താഴേക്ക് പോയി 93 പോയി. അപ്പൊ നമുക്കൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട്, ആ സ്ട്രാറ്റജിയാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. അല്ലാതെ RSI 50 above ബൈ 50 below സെൽ, ഈ RSI വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ
രാവിലെ 9:50 മുതൽ 3:30 വരെ ബൈയും സെല്ലും മാത്രമേ നടക്കത്തുള്ളൂ. അവസാനം 50,000 ക്യാപിറ്റല് 5,000 ക്യാപിറ്റൽ ആയിട്ട് കുറയും. MACD ആണെങ്കിലും CPR ആണെങ്കിലും ഏതാ വോളിയം വെയിറ്റഡ് ആവറേജ് കൂടി വെച്ച് നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി യു വിൽ എൻഡ് അപ്പ് ഇൻ എ ലോസ്. അവിടെയാണ് ഓർഡർ ഫ്ലോ അനാലിസിസ് വരുന്നത്. ഇനി ഈ ഓർഡർ ഫ്ലോ അനാലിസിസിന് അപ്പുറമുള്ള അനാലിസിസ് ഉണ്ട്. ഇവര് എന്ത് ചെയ്യുന്നു? ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സിന്റെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI സോഫ്റ്റ്വെയർ വെച്ചിട്ടാണ് ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ അവരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ ഈ ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നോക്കിക്കോളൂ. ഇവിടെ ബൈ ചെയ്തിട്ട് 79.25 ബൈ ചെയ്തിട്ട് ഇതിപ്പോ ഹൈ എത്രയാണ്? 88-85 അല്ലേ? ഇത് 88-80 വരെ വന്നിട്ട് നിങ്ങളുടെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാതെ ഇങ്ങനെ നിൽക്കും എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്. അല്ലെങ്കിൽ വളരെ കൺസോൾട്ടേഷൻ സമയമാണെങ്കിൽ ചിലപ്പോ എവറി ഡേ നിങ്ങളുടെ ലിമിറ്റ് ഓർഡറിന് 10 പൈസ താഴെ വന്നിട്ട് താഴോട്ട് പോകും. അവസാനം നിങ്ങൾ പേഷ്യൻസ് നഷ്ടപ്പെട്ടിട്ട് ലിമിറ്റ് ഓർഡർ എടുത്തിട്ട് മാർക്കറ്റ് ഓർഡറിൽ സെല്ലും ചെയ്ത് പോകും. ഇതങ്ങ് കയറി പോവുകയും ചെയ്യും. കാരണം സോഫ്റ്റ്വെയർസ് ആണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. ഇവരൊരിക്കലും ലിമിറ്റ് ഓർഡേഴ്സിന്റെ അടുത്ത് വരെ നിന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അങ്ങനെയാണ് ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ അവരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ കാൻഡിസ്റ്റിക് സ്റ്റഡീസ് ഒക്കെ മാറ്റി നിർത്തി വെച്ചിട്ട് നിങ്ങൾ മോഡേൺ കാര്യങ്ങൾ പഠിക്കും. അല്ലാതെ കമ്പ്യൂട്ടർ വന്നപ്പോഴേ കമ്പ്യൂട്ടറോ എന്റെ ബുദ്ധിയെ കവിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലോ? ഓഫ് കോഴ്സ് എല്ലാവരും ഇന്റലിജന്റ് ആണ്. പക്ഷെ ക്വിക്ക്നെസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. നമുക്കും കിട്ടില്ല, ആർക്കും കിട്ടില്ല. സോഫ്റ്റ്വെയറിന്റെ അത്രയും ക്വിക്ക് ഡിസിഷൻ എടുക്കാനുള്ള പവർ ഹ്യൂമൻ ബ്രെയിൻ ഇല്ലാത്തത് കൊണ്ടാണല്ലോ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്. കാൽക്കുലേറ്റേഴ്സ് വന്നു. അപ്പൊ നമ്മൾ ഈ ഡേറ്റ ഇവർ തന്നു. ഈ ഡേറ്റയെ വളരെ സമർത്ഥമായിട്ട് ഓഫ് കോഴ്സ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഉണ്ട് നമുക്കിവിടെ. ആ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ കാണുന്നത്. ഇത് സെല്ലിംഗ് ഇംബാലൻസ്, ഇത് ബൈയിങ് ഇംബാലൻസ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ യുക്തി തോന്നുന്നത് നിങ്ങൾ ചെയ്യും. ആൻഡ് ദിസ് ഡേറ്റ ലാക്സ് കോമൺ സെൻസ്, ബട്ട് വി ഹാവ് കോമൺ സെൻസ് ആൻഡ് ലോജിക്. അവിടെയാണ് നമ്മൾ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ കോമൺ സെൻസ് വളരെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചിട്ട് അവിടെ നമ്മൾ വെറും ഈ ഡേറ്റ മാത്രമല്ല ഉപയോഗിക്കേണ്ടത്. ആ ഡേറ്റ പല സമയത്തും റിവേഴ്സൽ ഇഫക്റ്റും ഉണ്ടാകും. ഇവിടെ നമ്മൾ ബൈ ചെയ്തു, നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഇവിടെ നമ്മൾ ബൈ ചെയ്തു, ഇംബാലൻസ് വെച്ചിട്ട് ബൈ ചെയ്തു, നമുക്ക് ലോസ് ഉണ്ടായി. ഇവിടെ നമ്മൾ ഇംബാലൻസ് വെച്ചിട്ട് ബൈ ചെയ്തു, ഇവിടം വരെ കയറിയിട്ട് വീണ്ടും അവിടെ വന്നു, വീണ്ടും കയറി, വീണ്ടും ഇറങ്ങി. അപ്പൊ നമ്മൾ വിചാരിക്കും എവറി ടൈം നമുക്ക് 4-5 പോയിന്റ്സിനപ്പുറം പ്രതീക്ഷിക്കണ്ട. അവസാനം എന്ത് ചെയ്യും? ഇതൊരു 10, 10, 15, 30 പോയിന്റ്സ് കയറി കഴിയുമ്പോൾ ഇവിടെ കയറി മേടിക്കും. ഇവിടെയാണ് പല പല റീറ്റെയിലേഴ്സിന് ലോസ് ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെയാണ്. അപ്പം എന്താണ് ഡെൽറ്റ, മാക്സ് ഡെൽറ്റ, മിനിമം ഡെൽറ്റ എന്ന് കൂടെ പറഞ്ഞിട്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം ട്യൂട്ടോറിയൽസ്. എന്നിട്ട് ഇതിന്റെ സെറ്റിംഗ്സിലേക്കൊക്കെ നമുക്ക് 1 by 1 വരാം. ഇതിന്റെ സെറ്റിംഗ്സ് പറയുമ്പോൾ ഈ പർട്ടിക്കുലർ ഫുട് പ്രിന്റ് ചാർട്ട് നോക്കി. ഈ ഫുട് പ്രിന്റ് ചാർട്ടിൽ സെറ്റിംഗ്സിൽ ധാരാളം സെറ്റിംഗ്സ് ഉണ്ട്. ഇംബാലൻസ് നമ്മൾ പറഞ്ഞു, സപ്പോർട്ട് സോൺസ് ഉണ്ട്. സപ്പോർട്ട് സോൺസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സപ്പോർട്ട് സോൺസ് കാണാൻ പറ്റും. പക്ഷെ ഈ സപ്പോർട്ട് സോൺ വെച്ചിട്ട് ബയ്യോ സെല്ലോ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ യുക്തിയാണ്, നമ്മുടെ സ്റ്റഡിയാണ്. നമ്മൾ ആ പർട്ടിക്കുലർ സ്ട്രാറ്റജി എത്രമാത്രം കോൺട്രാക്ട്സുകൾ സ്റ്റഡി ചെയ്യാൻ ഉപയോഗിച്ചു. ഈ പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിൽ പ്രീവിയസ് കോൺട്രാക്ട്സുകൾ നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രീവിയസ് കോൺട്രാക്ട്സ് കിട്ടും. എക്സ്പയർഡ് കോൺട്രാക്ട്സ് കണ്ടില്ലേ? എക്സ്പയർഡ് കോൺട്രാക്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്താൽ മതിയാവും. നിഫ്റ്റി വേണമെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 50 സെലക്ട് ചെയ്യും. അതിൽ C27-25 ഫെബ്രുവരി 27 എക്സ്പയർ ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ എക്സ്പയറി, അതായത് 2023 മുതലുള്ള കംപ്ലീറ്റ് കോൺട്രാക്ട്സുകൾ കിട്ടും. ഞാൻ എന്റെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു 1000 കോൺട്രാക്ട്സ് എങ്കിലും സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. ലൈവിലും അതേപോലെ തന്നെ ഓഫിലും ഒക്കെ ഇരുന്നിട്ട് ധാരാളം കോൺട്രാക്ട്സുകൾ സ്റ്റഡി ചെയ്തതിനു ശേഷമാണ് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത്. ഇംബാലൻസ് സ്റ്റഡി ചെയ്തിട്ട് യൂട്യൂബ് പോയി കാണും, ഇംബാലൻസ് സ്റ്റഡി ചെയ്യും,
ഓ ഇംബാലൻസ് എന്ന് പറയുന്നത് അവിടെ ബയേഴ്സ് സ്ട്രോങ് ആണ്, അടുത്ത ക്യാൻഡിൽ കയറി മേടിക്കും, ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ പോയി. പിന്നീടാണ് നമ്മുടെ തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ആ തെറ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് നമുക്ക് റെഡിമെയ്ഡ് കിട്ടുവാണെങ്കിൽ ജസ്റ്റ് അപ്ലൈ അവർ കോമൺ സെൻസ് ആൻഡ് ഓൾ ആൻഡ് സ്റ്റഡി മാക്സിമം, റിഫൈൻ ഇറ്റ്, യു ക്യാൻ ഡെവലപ്പ് എ ഗുഡ് സ്ട്രാറ്റജി ഓഫ് യുവർ ഓൺ. ആരുടെ പുറകിനും പോകേണ്ട ആവശ്യമില്ല, ഒരു ടിപ്പന്മാരുടെ പുറകിനും പോകണ്ട. നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ യുക്തിയും നിങ്ങളുടെ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് ഇന്റലിജൻസ്, ബട്ട് നിങ്ങളുടെ കോമൺ സെൻസും ക്വിക്കനെസ്സും പേഷ്യൻസിയുമാണ് മാർക്കറ്റ് നിങ്ങൾക്ക് ഗെയിൻ ഉണ്ടാക്കുന്നത്. ബേസിക്കലി നിങ്ങളുടെ ലോജിക്. അപ്പൊ നിങ്ങളുടെ ആ ലോജിക് അനുസരിച്ച് കുറെ ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദയർ. നോർമലി ഉള്ള ഈ പർട്ടിക്കുലർ MACD ടൈം ബേസ്ഡ് ഇൻഡിക്കേറ്റേഴ്സിന്റെ പിന്നാടി പോകുക കൂടാ, ഒരിക്കലും പോകരുത്. ടൈം ബേസ്ഡ് ഇൻഡിക്കേറ്റേഴ്സ് ഇല്ലേ, സിമ്പിൾ മൂവിങ് ആവറേജ്, എക്സ്പൊണൻഷ്യൽ, പിന്നീട് നിങ്ങൾക്കുള്ള RSI ആൻഡ് VWAP ഒക്കെ പിന്നെ എന്തെങ്കിലും കിട്ടും. MACDയുടെ പുറകെയൊന്നും പോയി, MACD ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫണ്ട് മുഴുവൻ നശിപ്പിച്ച് നാശമാണ്. ഇഫ് യു ആർ എ ലോങ് ടൈം ഇൻവെസ്റ്റർ, നോ വറി. കോടിക്കണക്കിന് രൂപ ബാങ്കിലുണ്ട്, ഓക്കെ. ജിയോ ഫൈനാൻസ് ഒരു 500 എണ്ണം മേടിച്ചിട്ട് 500 രൂപയ്ക്ക് ഇപ്പൊ 210 രൂപയുണ്ട്, ഓക്കെ, കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെയിറ്റ് ചെയ്യുന്നവർക്ക് എന്തും ചെയ്യാം മാർക്കറ്റ്, ഡോണ്ട് വറി. അവര് സിമ്പിൾ മൂവിങ് ആവറേജ് മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് കമ്പനിയുടെ കുറെ ഫണ്ടമെന്റൽസ് നോക്കും. ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെന്റൽ അനാലിസിസും തമ്മിൽ വ്യത്യാസമുണ്ട്. ടെക്നിക്കൽ നോക്കുമ്പോൾ നിങ്ങൾ ഒറ്റ ന്യൂസും കാണരുത്, ഒരു ടെലിവിഷനും കാണാൻ പോരുത്, ഒന്നും കാണാൻ പോരുത്, FIS ഡേറ്റ പോലും നോക്കരുത്. നിങ്ങൾ ചാർട്ട് മാത്രം നോക്കി അതിന്റെ വോളിയം മാത്രം നോക്കി. അല്ലാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മീറ്റിംഗ് ഉണ്ട്, റേറ്റ് കട്ട് വന്നു, ഇപ്പം കയറും, ചാർട്ടിൽ പറയുന്നില്ല ബൈ, എന്നിട്ടും കയറി മേടിച്ചു, പോയി, നിങ്ങൾക്ക് നഷ്ടം വന്നു. ഒരിക്കലും നെവർ ഡു ദാറ്റ്. ഇൻഡിസിപ്ലിൻ ട്രേഡേഴ്സ് ആണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഐ വിൽ കൺസിഡർ ഉള്ളി 5.78 മില്യണില് ഞാൻ ഇതിന്റെ ഹാഫ് മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. ബാക്കി 50% എന്ന് പറയുന്നത് ഒരു ഗതിയില്ലാതെ അന്ധമായിട്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് എന്റെ സ്ട്രാറ്റജിയിൽ ഒരു നല്ലൊരു റിഫൈൻഡ് സ്റ്റേജിലേക്ക് ഞാൻ, നോട്ട് അബൌട്ട് ദിസ് വോളിയം. ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിന്റെ ബൈയിങ് ആൻഡ് സെല്ലിങ്സ് ആണ്. ഇതിനകത്ത് ഷോർട്ട് കവറിംഗ് ആവാം, ഫ്രഷ് ഷോർട്ടിംഗ് ഉണ്ടാകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, വി ഡോണ്ട് നോ. അത് ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് ഡേറ്റ ഉണ്ട്, ഇവിടെ ബാർ സ്ട്രാറ്റജീസിലുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്, ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് ഉണ്ട്, ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ച് അടിക്കുമ്പോൾ നമുക്കൊരു ഡേറ്റ കിട്ടും, ഓപ്പൺ ഇൻട്രസ്റ്റ് ഡേ ചേഞ്ച് ഉണ്ട്, ഒരു ഡേറ്റ കിട്ടും, ഓപ്പൺ ഇൻട്രസ്റ്റ് ടോട്ടൽ ഓപ്പൺ ഇൻട്രസ്റ്റ്. സി, ധാരാളം ഇൻഫർമേഷൻസ് ഉണ്ട്. ഈ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെ, എപ്പോൾ, എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ കൊണ്ടുവന്ന് സെല്ലിംഗ് ഇംബാലൻസ് വന്നു, ഇവിടെ സെല്ലിംഗ് ഇംബാലൻസ് വന്നപ്പോ മാർക്കറ്റ് ഇടിഞ്ഞു, ഇവിടെ സെല്ലിംഗ് ഇംബാലൻസ് വന്നപ്പോ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തു. അപ്പൊ ഈ ഫുട് പ്രിന്റ് ചാർട്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെന്ന് പറയാം, ബേസിക്കലി മാർക്കറ്റ് ഓർഡർ ഇംബാലൻസസ് നമ്മൾ സ്റ്റഡി ചെയ്യും. ആ ഇംബാലൻസസ് നമുക്ക് എവിടെ കിട്ടും? ഫുട് പ്രിന്റ് ചാർട്ടിലും കിട്ടും, ക്ലസ്റ്റർ ചാർട്ടിലും കിട്ടും, ഇംബാലൻസ് ചാർട്ടിലും കിട്ടും. സെയിം പ്ലേസിൽ തന്നെ വരും എല്ലാം. കണ്ടില്ലേ, ഇവിടെ ഗ്രീൻ ആയി, ഇംബാലൻസ് ചാർട്ടിൽ ഇവിടെ യെല്ലോ ആയി, രണ്ടും സെയിം ആണ്. ബട്ട് ഓഫ് കോഴ്സ് ചെറിയൊരു ഡിഫറൻസ് that I will come later. അപ്പൊ മാർക്കറ്റ് ഓർഡർ ഇംബാലൻസസ് നമുക്ക് ഫുട് പ്രിന്റ് ചാർട്ടിലും ഇംബാലൻസ് ചാർട്ടിലും എല്ലാം മോറുള്ള സെയിം തന്നെയാണ്. മോറോളസ് അല്ല, ആക്യുറേറ്റ് തന്നെയാണ്, സെയിം തന്നെയാണ്. പക്ഷെ ഈ റിവേഴ്സൽസ് സ്റ്റഡി ചെയ്യാൻ, എവിടെയാണ് റിവേഴ്സൽ? ഇവിടെ സെല്ലിംഗ് ഇംബാലൻസ് വന്നപ്പോൾ താഴേക്കാണ് പോയത്, ഇവിടെ സെല്ലിംഗ് ഇംബാലൻസ് വന്നു, അതിനുശേഷം എന്ത് ചെയ്തു? ബൈയിങ് ഇംബാലൻസ് ഇവിടെ വന്നു, ബൈയിങ് ഇംബാലൻസ് ഇവിടെ വന്നിട്ട് താഴെ പോയി, സെല്ലിംഗ് ഇംബാലൻസ് വന്നിട്ട് മുകളിൽ പോയി. നിങ്ങൾ ടോട്ടലി കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഇംബാലൻസ് വരയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ വരയ്ക്കേണ്ടി വരും. ഇവിടെ റെക്ടാങ്കിൾ ഉണ്ട്, ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് വരയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എവിടുന്ന് എവിടം വരെ വരയ്ക്കേണ്ടി വരുമോ? റെക്ടാങ്കിൾ. ഓക്കെ,
ഇങ്ങനെ അങ്ങ് വരച്ചുകൊണ്ട് പോകേണ്ടി വരും. കംപ്ലീറ്റ് ഏരിയയും വരയ്ക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനൊക്കെ കുറെ സർട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ആ സർട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടേ നമുക്ക് ട്രേഡ് ചെയ്താൽ ഗെയിൻ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഡേറ്റയെ വളരെ ഇന്റലിജന്റ് ആയിട്ട് നമ്മൾ മാക്സ് ഡെൽറ്റ എന്ന് പറയുന്നത് ബയർ സെല്ലർ ഡോമിനൻസിനെ കാണിക്കുന്നതാണ്. ബൈയിങ് പ്രഷർ അതാണ് റൈറ്റ് സൈഡിൽ, മൈനസ് സെല്ലിംഗ് പ്രഷർ നെഗറ്റീവ് ഡെൽറ്റയും പോസിറ്റീവ് ഡെൽറ്റയും. ബൈയിങ് പ്രഷർ ഉണ്ട്, സെല്ലിംഗ് പ്രഷർ ഉണ്ട്. മൈനസ് സെല്ലിംഗ് പ്രഷർ ഈസ് കാൾഡ് ഡെൽറ്റ. ആ ഡെൽറ്റയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പർട്ടിക്കുലർ ക്യാൻഡിലില് ഡെൽറ്റ ഗ്രീൻ ആണ്, ഈ ക്യാൻഡിലില് ഡെൽറ്റ റെഡ് ആയിരുന്നു, ഈ ക്യാൻഡിലില് ഗ്രീൻ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ മേടിച്ചു, ഓ ഡെൽറ്റ ഗ്രീൻ ആയ ഉടനെ വാങ്ങാം, 85 മേടിച്ചു, താഴെ പോയി. ഇവിടെ ഡെൽറ്റ ഗ്രീൻ ആയി, ആ ക്യാൻഡിൽ അതിന്റെ ലോയും കട്ട് ചെയ്ത് താഴെ പോയി. അപ്പൊ ഇവിടെ വാങ്ങണോ വേണ്ടേ എന്നുള്ളത് എങ്ങനെ നമ്മൾ തീരുമാനിക്കും? ഇവിടെ ഈ പർട്ടിക്കുലർ ക്യാൻഡിലില് റെഡ് ക്യാൻഡിലാണ് അവിടെ ഗ്രീൻ ഡെൽറ്റ, റെഡ് ക്യാൻഡിലിൽ റെഡ് ഡെൽറ്റയാണ് സാധാരണ എപ്പോഴും വരുന്നത്. അപ്പൊ എന്താണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇതെല്ലാം ഹ്യൂജ് സ്റ്റഡീസ് ആണ്. ഇത് നമ്മൾ സ്വന്തമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്പെൻഡ് മിനിമം 1.5 years, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അതുപോലെ തന്നെ ഹാഫ് നോളജ് ഈസ് ടോട്ടലി ഡേഞ്ചറസ്. ഡോണ്ട് ഡു വിത്ത് ഹാഫ് നോളജ്. MBBS ശാസ്ത്രക്രിയ പഠിക്കുകയാണ്, സർജറിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പകുതി ക്ലാസ്സിലേ പോയുള്ളൂ, പകുതിയെ പഠിച്ചു. സർജറി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പകുതി വഴിക്ക് വെച്ചിട്ട് ഹാർട്ടും തുറന്നു വെച്ചിട്ട് തുന്നിക്കെട്ടേണ്ടി വരും, പേഷ്യന്റ് വിൽ ഡൈ. അതാണ് ഞാൻ പറഞ്ഞത്, ഹാഫ് നോളജ് ഡേഞ്ചറസ് ആണ്, നിങ്ങൾക്ക് പണം നഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പഠിച്ചിട്ട് ട്രേഡ് ചെയ്യുക. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മാർക്കറ്റിനെ കുറിച്ചുള്ള അടിസ്ഥാന തത്വമെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് ലോസ് ഉണ്ടാവില്ല. There are lot of trainees. സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് A to Z പഠിക്കാം. പണം അടച്ചു, എത്രയാണ്? 18,000 rupees ടാക്സും. ഓ കൊടുത്തു, പാവം പിടിച്ചവൻ, കടം മേടിച്ചിട്ടാണെങ്കിലും കൊടുത്തു. എന്ത് സംഭവിക്കും? കുറെ റെൻകോ ചാർട്ട്, കുറെ അത് ഇത് RSI, എന്റെ അനുഭവം തന്നെയാ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എത്രമാത്രം പണം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് 5-7 yearsന് പിന്നീട് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ ആൾക്കാർ പലരും മെജോറിറ്റി പണം ഉണ്ടാക്കാനുള്ള മാർഗമായിട്ടാണ് കാണുന്നത്. ഓഫ്കോഴ്സ് RSI പഠിപ്പിച്ചു തന്നു, RSI വെച്ചിട്ട് ചെയ്യാൻ പഠിപ്പിച്ചു. പക്ഷെ ഇത് എപ്പം ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇത് ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നതെന്ന് ആരും പറയില്ല. ബട്ട് വി ടെൽ യു, വി ടീച്ച് യു where you enter, where you exit and how much you can earn. അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ജോയിൻ അവർ എലൈറ്റ് കോഴ്സ്, യു വിൽ ഗെറ്റ് മോർ ആൻഡ് മോർ ഇൻഫർമേഷൻ. ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോസ് കാണും, നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോസ് കണ്ടാൽ തന്നെയും നിങ്ങൾക്ക് ഒരുപാട് ലോസസ് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഹൗ ടു ഡു ഇൻട്രാഡേ ട്രേഡ്, എങ്ങനെയാണ് ഒരു ബ്രേക്ക് ഔട്ട് എടുക്കേണ്ടത്, എക്സ്പയറി ട്രേഡ് എങ്ങനെ ചെയ്യുന്നത്, അതിന്റെ ഒരു 40% ഇൻഫർമേഷൻസ് ഞാൻ ഓൾറെഡി എന്റെ ട്യൂട്ടോറിയൽസ്, ഫ്രീ ട്യൂട്ടോറിയൽസ് നൽകിയിട്ടുണ്ട്. ഇഫ് യു സിറ്റ് വിത്ത് ദിസ് ഫുട് പ്രിന്റ് ചാർട്ട് ഫോർ സം വീക്സ്, എവറി ഡേ 5-6 hours സ്പെൻഡ് ചെയ്ത് പേപ്പർ ട്രേഡ് ചെയ്ത് എന്റെ ട്യൂട്ടോറിയൽസിൽ പറഞ്ഞിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻസും വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക. ഓഫ് കോഴ്സ്, നോ ഡൗട്ട് യു വിൽ ബി എ വിന്നർ ഓൺലി. എല്ലാ ട്രേഡിലും കുറെ അടിസ്ഥാന തത്വങ്ങളുണ്ട്. റെഡ് ക്യാൻഡിലിന് ശേഷം ബൈ ചെയ്യരുത്, ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നതിന് ശേഷമേ ബൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്നു. സി ഒരു എക്സാമ്പിൾ, സി റെഡ് ക്യാൻഡിൽ, മാക്സ് ഡെൽറ്റ ഗ്രീൻ ആയി. ഓ മാക്സ് ഡെൽറ്റ ഗ്രീൻ ആണെങ്കിൽ ബൈ ചെയ്യാം, അങ്ങനെയാണ് എല്ലായിടത്തും വന്നിരിക്കുന്നത്, കയറിയിട്ടുണ്ട്. ഈ ക്യാൻഡിലിൽ പോയിട്ട് ബൈ ചെയ്യും, എന്ത് സംഭവിച്ചു? ഒരു ക്രാഷ്. അപ്പൊ ഒരു റെഡ് ക്യാൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന അപ്പുറം യാതൊരു ബൈയും എടുക്കാൻ പാടില്ല, വെദർ യു ആർ ഡൂയിങ് വിത്ത് കാൻഡിൽസ്റ്റിക് ചാർട്ട് ഓർ എനിത്തിങ്.
ഒരു റെഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു വീക്ക് ക്യാൻഡിലാണ് റെഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. വി ആർ ഓപ്ഷൻ ബയേഴ്സ്. ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം അതിന്റെ വോളിയം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വി വിൽ ഗെറ്റ് എ ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി. സി ഹിയർ, വി വിൽ ഗെറ്റ് എ ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി. ഈ ഗ്രീൻ ക്യാൻഡിൽ കമ്പയർ ചെയ്തപ്പോൾ 3.42 വോളിയത്തില് 61,000 ആണ് ഡെൽറ്റ ഗ്രീൻ. ബട്ട് നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ വന്നു, അതിനേക്കാൾ കുറഞ്ഞ വോളിയത്തിൽ റെഡ് ക്യാൻഡിൽ വന്നു. ഒരു റെഡ് ക്യാൻഡിലിനപ്പുറം നിങ്ങൾ ബൈ ചെയ്താൽ എന്ത് സംഭവിക്കും? വി ഡോണ്ട് നോ നെക്സ്റ്റ് അടുത്ത് വരുന്നത് റെഡ് ക്യാൻഡിൽ ആണോ ഗ്രീൻ ക്യാൻഡിൽ ആണോ. എന്നാൽ ഇതുപോലെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു 1-2 ഗ്രീൻ ക്യാൻഡിൽ വന്നതിന് ശേഷം നിങ്ങൾ ഒരു ബൈ നടത്തിയ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഒരു റൂളും ഒന്നും അറിയണ്ട. എന്നാൽ ആ ബൈ നടത്തുന്നത് ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റിൽ നല്ല ഒരു പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ ബ്രേക്ക് ഔട്ട് റാലി ഓൾസോ. ആ റാലിയിൽ ഒരു 10-15 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിന്റെ ബേസിക് സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് വീണ്ടും ഒന്നുകൂടെ നോക്കാം. ഈ പർട്ടിക്കുലർ ബാർ സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. COT, കമ്മിറ്റ്മെന്റ് ഓഫ് ട്രേഡേഴ്സ്, കോട്ട് ഐ, കോട്ട് എച്ച്, ഓക്കെ, കോട്ട് എൽ ഉണ്ട്, കോട്ട് എച്ച്. ഡെൽറ്റ ബൈ വോളിയം, ഈ ഡെൽറ്റയെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ 5.94 മില്യണില് ഏകദേശം പകുതിയും ഒരു എയിമും ഇല്ലാതെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പകുതി അങ്ങോട്ട് എടുത്ത് റിമൂവ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ നമ്പറുമായിട്ട് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടും. ഇതാണ് ഈ മാർക്കറ്റിന്റെ ലോയം. ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോളൂ, ചുറ്റിനും നോക്കിക്കോളൂ, ഓരോരുത്തരും നോക്കിക്കോളൂ. എന്തുകൊണ്ടാണ് ഇവിടെ ബൈ ചെയ്തതെന്ന് ചോദിച്ചാൽ പറയും അത് കയറും, എനിക്കറിയാം, ഐ നോ ദാറ്റ്. ഇങ്ങനെ പറയത്തുള്ളൂ. ഇങ്ങനെയൊക്കെ വന്നപ്പോ കയറിയിട്ടുണ്ട്. ലെറ്റ് us see, വെയിറ്റ്. താഴേക്ക് വന്നു, ഒരെണ്ണം കൂടി മേടിക്കാം, ഒന്നുകൂടെ മേടിച്ചു, വീണ്ടും താഴേക്ക് പോയി. ഇതിന്റെ താഴേക്ക് ഒരു കാരണവശാലും പോയില്ല കേട്ടോ. ബൈ 2 ലോട്ട് മോർ. അവസാനം ഇയാൾ ബാങ്ക്രപ്റ്റ് ആവും സെയിം ഡേയിൽ. നെക്സ്റ്റ് ഡേയിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഫണ്ട് വേണം. ഇതാണ് മെജോറിറ്റി ട്രേഡേഴ്സിന് ഹാപ്പൻ ചെയ്യുന്നത്. കൂടാതെ ബ്രോക്കിംഗ് ഫേംസ് ഉണ്ട്, അവർ ലിവറേജും കൊടുക്കും. അവസാനം എന്ത് സംഭവിക്കും? 3:15 മുമ്പായിട്ട് ഓട്ടോ സ്ക്വയർ ഓഫും വരും. 50,000 രൂപ ഇട്ടയാള് 5 ലക്ഷം രൂപയുടെ എക്സ്പോഷറും എടുക്കും. 2%, 3% പോകുമ്പോൾ 5 ലക്ഷം രൂപയുടെ 3% 15,000 രൂപയാണ്. 50,000 രൂപയുടെ ക്യാപിറ്റലിൽ നിന്ന് 15,000 പോകുമ്പോൾ ബാക്കി 35,000 രൂപ. 15,000 രൂപ ഒറ്റ ദിവസം നഷ്ടപ്പെട്ടു. ഇതാണ് പല ആൾക്കാരും സംഭവിക്കുന്നത്. ബിക്കോസ് ദേ ഡോണ്ട് നോ. ഡ്രൈവിംഗ് പഠിക്കാതെ കാർ ഓടിച്ചാൽ എന്ത് സംഭവിക്കും? കാർ എവിടെങ്കിലും പോയി ആക്സിഡന്റ് ആവും. അത് നിങ്ങൾക്ക് അപകടം സംഭവിക്കും, കാൽനട യാത്രക്കാരനും അപകടം സംഭവിക്കും. അറിവില്ലാതെ ട്രേഡ് ചെയ്താൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങളുടെ ഫാമിലിക്കും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്റ്റഡി ചെയ്യുക. അത് എന്റെ അടുത്തുനിന്ന് പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നിങ്ങൾക്ക് വിശ്വാസം തോന്നുന്ന ആൾക്കാരെ സമീപിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ ക്യാൻഡിൽസ്റ്റിക് ഒക്കെ വെച്ചിട്ട് വളരെ മാജിക്കൽ പെർഫോമൻസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ഞാൻ ക്യാൻഡിൽസ്റ്റിക്കിനെ അല്ലെങ്കിൽ ഒരു ഈ ടൈം ബേസ്ഡ് സിമ്പിൾ മൂവിങ് ആവറേജ് മാത്രം വെച്ച് ട്രേഡ് ചെയ്യുന്നവരെ എനിക്കറിയാം. പക്ഷെ അവർക്കറിയാം അത് എപ്പോഴും എവിടെ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്. ഒരു ബ്രേക്ക് ഔട്ട് വന്നാൽ അത് കറക്റ്റ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്യുകയോ ഇല്ലയോ എന്നുള്ളത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ്. സി ഇവിടെ നമുക്ക് നോക്കൂ, ഇതൊരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലാണ്. എന്താണ് ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ എന്ന് പറയുന്നത്? ട്രെൻഡിങ് ക്യാൻഡിൽ എന്ന് പറയുന്നത് പ്രീവിയസ് ക്യാൻഡിലിന്റെ ഹൈ കട്ട് ചെയ്ത് നിൽക്കുന്ന ക്യാൻഡിൽസ് ഒരു സിംഗിൾ ക്യാൻഡിൽ ആണെങ്കിലും അതിന്റെ ട്രെൻഡ് മുകളോട്ടാണെന്ന് പറയും. ഇവിടെ നോക്കൂ, ഈ ക്യാൻഡിൽ നോക്കൂ, ഇവിടെ മുതൽ ഇവിടം വരെ നിങ്ങൾ നോക്കൂ. ഈ ക്യാൻഡിലിന്റെ ഹൈ ഒരു ക്യാൻഡിലും കട്ട് ചെയ്തില്ല. പക്ഷെ ഈ ക്യാൻഡിൽ എന്തായി? ആദ്യമായിട്ടൊരു ട്രെൻഡിങ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്തു. ഇവിടെ നമുക്ക് ഡേറ്റ് ബാർ സ്ട്രാറ്റജീസോ ഫുട് പ്രിന്റ് ചാർട്ടോ ഒന്നും വേണ്ട, സിമ്പിൾ ലോജിക്ക് മാത്രം മതി ട്രേഡ് ചെയ്യാൻ. പക്ഷെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഡിസിപ്ലിനും എല്ലാം ലോജിക്കും എല്ലാം ഒരുമിച്ച് ഫോളോ ചെയ്യണം. പക്ഷെ ഈ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യോ ഇല്ലയോ എന്ന്
അറിയാനുള്ള ഒരു സപ്പോർട്ടും കൂടിയാണ് നമ്മുടെ ഈ ഡേറ്റ സ്റ്റാറ്റിക്സ്, ഈ ബാർ സ്റ്റാറ്റിക്സ്. ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ മനസ്സിലായി ഈ കാൻഡിലിനേക്കാളും ഉയർന്ന വോളിയമാണ്. ഡെൽറ്റ എന്ന് പറയുന്നത് 36,000 നിന്ന് 926,000 ആയി, അറൌണ്ട് 25 ടൈംസ് ഇൻക്രീസ് ചെയ്തു. മാക്സ് ഡെൽറ്റ ഇൻക്രീസ് ചെയ്തു. മിനിമം ഡെൽറ്റ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രഷർ എന്ന് പറയുന്നത് 170,000 നിന്ന് 6,900 ആയി. സോ ഡെഫിനറ്റ്ലി ഈ കാൻഡിലിന്റെ ലോ ബ്രേക്ക് ചെയ്യാൻ പ്രയാസമാണ്. നമ്മൾ ഇവിടെ ഒരു ബൈ അങ്ങോട്ട് നടത്തുക 86, ഇത് സ്റ്റോപ്പ് ലോസ് വെച്ചു, ഹിറ്റ് ചെയ്തില്ലല്ലോ. 86 വാങ്ങി എവിടം വരെ പോയി? 109,000 വരെ. കറക്റ്റ്. അപ്പൊ നമ്മൾ നോക്കേണ്ട എന്താ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റഡി ചെയ്യുക, സ്റ്റഡി ചെയ്തതിന് ശേഷം ചേഞ്ച് ചെയ്യേണ്ടിടത്ത് ചേഞ്ച് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഡു നോട്ട് ട്രേഡ് വിത്ത് കാൻഡിൽസ്റ്റിക് ചാർട്ട്. നിങ്ങൾക്ക് ഓപ്പൺ ഹൈ ലോ ക്ലോസ് അല്ലാണ്ട് വേറെ ഒരു ഇൻഫർമേഷനും കിട്ടില്ല. ട്രേഡ് വിത്ത് ഇൻഫർമേഷൻ. ഇന്നത്തെ കാലം മുഴുവനും ഡേറ്റ ട്രേഡിംഗ്. ഡേറ്റ, ഹു ഈസ് ഹോൾഡിംഗ് ദ ഡേറ്റ ഈസ് ദ കിങ്. അവനറിയാം ദ റിയൽ പൊസിഷൻ എവിടെയാണ്, മാർക്കറ്റിന്റെ റിയൽ വീക്ക്നെസ്, റിയൽ പവർ. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഡെൽറ്റ ട്രേഡ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. സോ സബ്സ്ക്രൈബ് അവർ ചാനൽ, ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫെലോ ട്രേഡേഴ്സ് ഹു ആർ കോൺസ്റ്റന്റ്ലി മേക്കിംഗ് ലോസ്. അടുത്ത ക്യാൻഡിലില്, അടുത്ത ട്യൂട്ടോറിയൽസിൽ കൂടുതൽ ഇൻഫർമേഷൻസുമായിട്ട് വരുന്നതായിരിക്കും. അവിടെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ലൈവ് എക്സാമ്പിൾ, ഇപ്പൊ ഇന്ന് ഇറ്റ് ഈസ് നോട്ട് എ ടൈം, ഒരുപാടായി. അത് ഉണ്ടായിരുന്നെങ്കിൽ ലൈവ് ട്രേഡ് നമുക്ക് കാണാമായിരുന്നു. ക്രൂഡ് ഓയിൽ 5800 പുട്ട് ഓപ്ഷനിൽ നമുക്ക് ലൈവ് ട്രേഡ് എടുക്കാമായിരുന്നു. ഇവിടെ നമുക്ക് ബൈ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നിരിക്കാം. എനിവേ 155 അതിപ്പം ട്രേഡ് ചെയ്യുന്നത് 188 ഇപ്പൊ ഇവിടെ നമ്മളൊരു ബാർ സ്റ്റാറ്റിക്സ് ഇട്ടാൽ തന്നെ നമുക്ക് ധാരാളം ഇൻഫർമേഷൻസ് കിട്ടും. ലെറ്റ് സി വാട്ട് വിൽ ഹാപ്പൻ. നമുക്കൊരു ബൈ ഉണ്ടോ എന്ന് നോക്കാം. ഓർഡർ ഫ്ലോ, ബാർ സ്റ്റാറ്റിക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാർ സ്റ്റാറ്റിക്സ് വെച്ചിട്ട് മാക്സ് ഡെൽറ്റ ഉയർന്നിട്ടുള്ള, ഡെൽറ്റ ഉയർന്നിട്ടുള്ളതും മാക്സ് ഡെൽറ്റ ഉയർന്നിട്ടുള്ളതുമായിട്ടുള്ള ഒരു ട്രേഡ് എടുത്ത് നോക്കാം. സെൽ വോളിയം ഡെൽറ്റ വേണം, മിനിമം ഡെൽറ്റ, കുമുലേറ്റീവ് ഡെൽറ്റ വേണ്ട, മാക്സ് ഡെൽറ്റ. ഓക്കെ, ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ ആവശ്യമാണ്. സ്റ്റഡി ഇറ്റ് ലെറ്റ്. ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ട്രേഡ് വന്ന് നമുക്ക് നോക്കാം. ഇതൊരു ഇവിടെ നമുക്ക് ബൈ എടുക്കാം. ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്ന റെഡ് ആണ്, ഇവിടെ എങ്ങും നമുക്ക് ബൈ ഇല്ല. ഈ ക്യാൻഡിൽ വന്നപ്പോൾ ഡെൽറ്റ ഗ്രീൻ ആണ്, ബട്ട് ഇറ്റ് ഈസ് എ റെഡ് ക്യാൻഡിൽ. റെഡ് ക്യാൻഡിൽ ആഫ്റ്റർ വി വിൽ നോട്ട് ബൈ. നമ്മളൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നതിന് ശേഷമേ വെയിറ്റ് ചെയ്യത്തുള്ളൂ. അവിടെ നമുക്ക് ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ആണ്. സിംപ്ലി ഡെൽറ്റ ആൻഡ് മാക്സ് ഡെൽറ്റ ഗ്രീൻ, മിൻ ഡെൽറ്റ നമ്മൾ നോക്കുന്നതേ. സപ്പോസ് ഈ ക്യാൻഡിൽ നോക്കൂ, ഇൻക്രീസ് ഇൻ വോളിയം, ഡെൽറ്റ ഗ്രീൻ, ആൻഡ് മാക്സ് ഡെൽറ്റ ഓൾസോ ഗ്രീൻ. ബൈ വോളിയം നോക്കൂ, മോർ ദാൻ 50%. സി 126 മാക്സ് ഡെൽറ്റയും ഗ്രീൻ ആണ്. നോക്കൂ, മാക്സ് ഡെൽറ്റ ഒരിക്കലും റെഡ് ആകില്ല, either 0 or ഗ്രീൻ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ആയിട്ടാണ് നമ്മൾ ഇവിടെ ബൈ ചെയ്യും. 164 ഇപ്പൊ എവിടെയാണ് ട്രേഡ് ചെയ്യുന്നത്? 185. And that's all for today. Subscribe our channel for more information and call us or email to us for more information. Thank you very much.